തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും പരാജയമാണ്. കാരണം ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാകേണ്ട ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. രാജഭരണകാലത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ വാട്ടർ പ്രോബ്ലങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിരുന്ന ഒരു സമയത്ത് ഈ 60 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരസഭ കൈയാളുന്ന വലത് മുന്നണികൾ അവർക്ക് യാതൊരു ക്രിയാത്മകമായ പദ്ധതികളും ഇല്ലാത്തതിന്റെ ഒരു നേർചിത്രമാണ് ഇന്ന് തിരുവനന്തപുരം നഗരം അനുഭവിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ളതായാലും വെള്ളക്കെട്ടായാലും ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ. റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, എൻ്റെ വീടിൻ്റെ അവിടെ ഇപ്പോഴും വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്തൊന്നും മാറ്റണം കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് പട്ടിക ശല്യം, തെരുവുനായ കടിക്കുക, ഇത്തരം ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാംക്രമികമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരിടത്തും തന്നെ ഇന്ന് മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു സ്ഥലം പോലും അവശേഷിക്കുന്നില്ല. അവർ ചെയ്യുന്ന ഒരു സ്ഥലം പോലും നിലവിലില്ല. അവർ ചെയ്യുന്നത് മാലിന്യം ഒരിടത്ത് കൂടിക്കഴിയുമ്പോൾ അതിന്റെ പുറത്ത് കുറച്ച് മണ്ണ് കൊണ്ടിട്ട് അതിന്റെ പുറത്ത് ചെടി വെച്ച് പിടിപ്പിക്കുകയാണ്. അട്ടക്കുളങ്ങര ചെന്നാലും പാളയം മാർക്കറ്റിന്റെ അവിടെ ചെന്നാലും ചാലയിക്കൂടിലായാലും അമ്പലത്തറയിലായാലും എവിടെ ചെന്നാലും ദുസ്സഹമായ ദുർഗന്ധമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ തന്നെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന വേസ്റ്റ് അവർ എവിടെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ വേസ്റ്റ് സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് ഉള്ളതെന്ന് നമ്മുടെ ഇടതുപക്ഷം കാണിച്ചു തരണം.